ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നമ്മളുടെ SLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അഥവാ നാലാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2024 കഴിഞ്ഞ വർഷം നമ്മളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, അജയ് ഈസ് 10 years older than രേണുക. The product of their age is 144. അജയ്ക്ക് രേണുകയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അവരുടെ വയസ്സുകളുടെ ഗുണനഫലം 144. Taking the age of രേണുക as x, what is the age of അജയ് in terms of x? രേണുകയുടെ വയസ്സ് x എന്നെടുത്താൽ അജയുടെ പ്രായം കണക്കാക്കുക. Find their age, രണ്ടുപേരുടെയും പ്രായം കണക്കാക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം, അജയ് ഈസ് 10 years older than രേണുക. അജയ്ക്ക് രേണുകയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പോൾ രേണുകയ്ക്ക് എക്സ് ആണെന്നുണ്ടെങ്കിൽ അജയ്ക്ക് എത്രയായിരിക്കും? അതിനേക്കാൾ 10 കൂടുതൽ. അപ്പോൾ x+10. ഇനി ഇവരുടെ ഏജുകളുടെ പ്രൊഡക്റ്റ്, വയസ്സുകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 144 അപ്പോൾ എക്സും x+10 കൂടി ഗുണിച്ചാൽ 144 കിട്ടും. അഥവാ x × x x², x × 10 10x. ഇനി ഞാനിതിൽ സ്ക്വയർ കംപ്ലീഷൻ ആഡ് ചെയ്യാൻ പോവാണ്. അഥവാ എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാൻ പോവാണ്. എക്സിൻ്റെ കൂടെ ആരാണ്? 10 ആണ്. 10ൻ്റെ പകുതി 5 ആണ്. 5ൻ്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. ഇനി x² x പ്ലസ് 5² 5, അഥവാ x+5 the whole square is equal to 144 + 25. 5 ഉം 4 ഉം 9, 4 ഉം 2 ഉം 6, അഥവാ 169. ഓക്കെ, വയസ്സ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ x+5 = √169. 169ൻ്റെ റൂട്ട് എത്രയാ? 13 ആണ്. അപ്പോൾ x+5 = 13 എന്ന് കിട്ടും. +5 അപ്പുറം പോകുമ്പോൾ -5 ആവും. 13 നിന്ന് 5 പോയാൽ 8 എന്ന് കിട്ടും. അഥവാ രേണുകയായിരുന്നു എക്സ്, രേണുകയുടെ പ്രായം 8 എന്നും കിട്ടും. അജയുടെ പ്രായം 18 എന്നും കിട്ടും. ഓക്കെ, രേണുകയേക്കാൾ 10 കൂടുതലല്ല അജയ്ക്ക്. അപ്പൊ രേണുകയ്ക്ക് 8 ഉം അജയ്ക്ക് 18 ആയിരിക്കും. The square of a number is equal to 12 added to the number. Find the number. ഒരു സംഖ്യയുടെ വർഗം ആ സംഖ്യയോട് 12 കൂട്ടിയതിന് തുല്യമാണ്. ഏതാണ് ആ സംഖ്യ? ഒരു സംഖ്യ അതിൻ്റെ വർഗം അഥവാ സ്ക്വയർ തുല്യമാണ് എന്തിനോട്? ആ സംഖ്യയോട് 12 കൂട്ടിയതിനോട്. ഓക്കെ, അപ്പോൾ ഈ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ x² - x = 12 വരും. ഇവിടെ ഞാൻ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യാം കേട്ടോ. എക്സിൻ്റെ കൂടെ 1 ആണ്. അപ്പോൾ 1ൻ്റെ പകുതി എന്താ? 1/2ൻ്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്തു. അപ്പോൾ x² x ഇവിടെ മൈനസ് ആണ്. 1/2ൻ്റെ സ്ക്വയർ 1/2. അപ്പോൾ x - 1/2 the whole square is equal to 12 + 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ എത്രയാ? 4. ഇനി ഇതിനെ ക്രോസ് ചെയ്യണം. 12 × 4 48 പ്ലസ് 1/4 ഇങ്ങനെ ക്രോസ് ചെയ്തു. 4 48ക്ക് 1 കൂട്ടിയാൽ 49/4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ +or- വരാൻ കാരണം എന്താണ്? സ്ക്വയർ ഓഫ് എ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ നമ്പർ ചിലപ്പോൾ പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. ഓക്കെ, 49ൻ്റെ റൂട്ട് എത്രയാണ്? 7, 4ൻ്റെ റൂട്ട് 2. ഇനി +or- വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം ഞാൻ ഈ പ്ലസ് എടുത്തു. x - 1/2 = 7/2. -1/2 അവിടെ പോകുമ്പോൾ എന്താവും? +1/2. അപ്പോൾ 7ക്ക് 1 കൂട്ടിയാൽ 8, 8/2 4 കിട്ടും. ഇനി മൈനസ് ആണ് എടുക്കുന്നതെങ്കിൽ പ്ലസ് അവിടെ പോകും. അപ്പോൾ -7 + 1 -6 വരും. -7 + 1 -6, -6/2 -3. അപ്പോൾ സംഖ്യകൾ 4 അല്ലെങ്കിൽ -3 ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നോക്കിയേ, 4ൻ്റെ സ്ക്വയർ എത്രയാ? 16. ആ 16 എന്തിന് തുല്യാണ്? 4ക്ക് 12 കൂട്ടുന്നതിന് തുല്യല്ലേ? 12 4 16 അല്ലേ? ഇനി -3, -3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. അത് -3ക്ക് 12 കൂട്ടുന്നതിന് തുല്യല്ലേ? നോക്കിയേ, -3 + 12, 12 3 പോയാൽ എത്രയാണ്? 9. കണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് 2024 ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.
നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ എക്സാം എഴുതുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാക്കി ചാപ്റ്ററുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അധികം താമസിയാതെ തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. Wish you all the very best and thank you for watching this video. See you soon.